നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നതായി അന്താരാഷ്ട്ര നിരീക്ഷണ സംഘടനയുടെ പുതിയ റിപ്പോർട്ട്. ഓർഗനൈസേഷൻ ഫോർ ഇൻടോളറൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം 37 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളാണ് യൂറോപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ആക്രമണങ്ങളുടെ നിരക്കാണ് മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ 38 അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് മെയ് മാസത്തിലും അതിക്രമങ്ങൾ സമാനമായ രീതിയിൽ തുടരുന്നത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയ അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധവുമായി മെക്സിക്കോയിലെ കത്തോലിക്ക സഭ 4 വർഷം മുൻപ് ക്രിമിനലുകളുടെ വെടിയേറ്റ് മരിച്ച 2 പ്രമുഖ ജെസ്യൂട്ട് വൈദികരുടെ ചരമവാർഷിക ദിനമായ ജൂൺ 20-ന് രാജ്യത്തെ മുഴുവൻ കത്തോലിക്ക ദേവാലയങ്ങളിലും സമാധാനത്തിനായി ഒരേ സമയം പ്രാർത്ഥനാ മണികൾ മുഴങ്ങും. മെക്സിക്കൻ ബിഷപ്പ് കോൺഫറൻസും ജെസ്യൂട്ട് സഭയും സംയുക്തമായി രൂപീകരിച്ച നാഷണൽ ഡയലോഗ് ഫോർ പീസ് എന്ന സംഘടനയാണ് ഈ ആഹ്വാനം നൽകിയിരിക്കുന്നത്. 2022 ജൂൺ 20-നാണ് മെക്സിക്കോയിലെ ഷുവാക്കോയ് പള്ളിയിൽ വെച്ച് ജെസ്യൂട്ട് വൈദികരായ ഫാദർ ജാവിയർ കാമ്പോസ് മോർലാസ്, ഫാദർ ജാക്വൻ സീസർ മോറ എന്നിവർ കൊല്ലപ്പെടുന്നത്. ഒരു ക്രിമിനൽ സംഘം പിന്തുടർന്ന് വധിക്കാൻ ശ്രമിച്ച ഒരു സാധാരണക്കാരന് അഭയം നൽകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പള്ളിക്കുള്ളിൽ വെച്ച് 2 വൈദികരും അക്രമികൾ വെടിവെച്ചു കൊന്നത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്തെ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ തയ്യിൽ, ഫാദർ ഫിലിപ്പ് കവിൽ, ഫാദർ ജോസ് പരിയത്ര സഹകാർമ്മികരായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് പരസ്പര സ്നേഹവും ചുറ്റുമുള്ള വിമർശനങ്ങളെ നേരിടാൻ പറ്റുമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 14 അൽമായരും ജർമ്മനി, ഓസ്ട്രിയ, റോം എന്നിവിടങ്ങളിൽ നിന്ന് 20 സന്യസ്തരും ദൈവശാസ്ത്ര ബിരുദങ്ങൾ സ്വീകരിച്ചു. BTH വിദ്യാർത്ഥികളായ ജോസ് പുതിയിടം, സിസ്റ്റർ ബെറ്റ്സി ഫ്രാൻസിസ്, MTH വിദ്യാർത്ഥി ഫിലോമിന കൊട്ടനാൽ എന്നിവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സ്വിറ്റ്സർലാൻഡിൽ ആദ്യമായി നടന്ന ഈ ചടങ്ങിന് പാരിഷ് കൗൺസിൽ അംഗങ്ങളും ബന്ധുമിത്രാദികളും പങ്കെടുത്തു. ബിരുദധാരികളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. അപരന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ആത്മത്യാഗം ചെയ്ത ക്രിസ്തുനാഥന്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ബോൾഗാട്ടി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഭക്തിപൂർവ്വം കൊണ്ടാടി. വർഷങ്ങളായി ദേവാലയ മുറ്റത്ത് മനോഹരമായി പന്തൽ നിർമ്മിച്ച് അതിലൂടെ നടത്തുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം ബോൾഗാട്ടി ഇടവകയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകരുന്ന മിഷൻ വീക്ഷണം ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ പന്തൽ രൂപകൽപ്പന ചെയ്തത്. വിവിധ വർണ്ണങ്ങളിലുള്ള 5000 പേനകൾ ഉപയോഗിച്ചാണ് പന്തലിന്റെ മേൽക്കൂര വർണ്ണാഭമാക്കിയത്. ഈ അലങ്കാരം പേനകളും വിശ്വാസികൾ ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹസൂചകമായി സമർപ്പിച്ച മറ്റ് പഠനോപകരണങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മിഷൻ മേഖലകളിലേക്ക് അയച്ചു കൊടുക്കും. 10 പഗോഡകൾ ഉപയോഗിച്ച് 200 അടി നീളത്തിൽ നിർമ്മിച്ച ഈ പന്തലിന്റെ ഇരുവശങ്ങളിലും കരിക്കിൻ കുലകൾ, വാഴക്കുലകൾ, വിവിധയിനം പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവ കൊണ്ട് ആകർഷകമാക്കിയിരുന്നു. മുകൾ ഭാഗം പല നിറത്തിലുള്ള തുണികൾ കൊണ്ടാണ് അലങ്കരിച്ചത്. രാവിലെ 7-ന് നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഫോസ്റ്റിൻ ഫെർണാണ്ടസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻസ് പുത്തൻ വീട്ടിൽ വചന സന്ദേശം നൽകി. ഫാദർ സണ്ണി ജെയിംസ് സഹകാർമ്മികനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിലെ തിന്മകൾ തകർന്നടിയുമെന്ന് ലിയോ 14 പാപ്പ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ ത്രികാല ജപ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ആധുനിക ലോകത്തെ യുദ്ധത്തിന്റെ മുറിവുകളും തകർന്ന കുടുംബങ്ങളെയും യേശു വേദനയോടെ കാണുന്നുണ്ടെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ തന്റെ സന്ദേശം നൽകിയത്. ക്രിസ്തുവിനെ പിന്തുടരുന്നവരുടെ പ്രധാന ജോലി വേദനിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആശ്വാസം എത്തിക്കുക എന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ജൂൺ 8-ന് ഫിലിപ്പീൻസിലുണ്ടായ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ ഇരകളായവരോടുള്ള തന്റെ ആത്മീയ സാമീപ്യം മാർപ്പാപ്പ അറിയിച്ചു. ദുരന്തത്തിൽ ഇതുവരെ 62-ലധികം ആളുകൾ മരണപ്പെടുകയും 600-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.